ശരിക്കുള്ള ആഗ്രഹമല്ലായിരുന്നു. ശരിക്ക് ചെറുപ്പത്തിൽ വേറെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായ കാരണം ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോ പിന്നെ ഫോട്ടോഗ്രാഫി ആ സമയത്തൊക്കെ ലൈറ്റ് ബോയ് ഒക്കെ പോവും, ക്യാമറ വർക്കിനൊക്കെ പോകുമ്പോ അന്നൊക്കെ ഇഷ്ടമായിരുന്നു ഫോട്ടോ എടുക്കാൻ. അന്ന് ക്യാമറ ഒന്നും ഇല്ലല്ലോ, ഫോണിലാണ് ഫോട്ടോ എടുക്കുക. ഫോണിലാണ് ഫോട്ടോ എടുത്ത് തുടങ്ങിയത്. ഇപ്പൊ എല്ലാവരെ പോലെയും ഫോണിൽ തന്നെയാണ് ഫോട്ടോ എടുത്ത് തുടങ്ങിയത്. പിന്നെ കുറച്ച് മോശമായിട്ടുള്ള ടൈമായി ലൈഫില്. അപ്പോ ഗൾഫിലൊക്കെ പോകേണ്ടി വന്നു ജോലിക്ക്. അങ്ങനെ എന്നിട്ട് അപ്പോൾ മനസ്സിലാ ഫോട്ടോഗ്രാഫി ഒക്കെ ഉള്ള ഇഷ്ടം കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് ക്യാമറ വാങ്ങുന്നതും. ഈ ഒരു സാധനം നമ്മുടെ നാട്ടിലില്ലല്ലോ. നാട്ടില് ആരും ഞാൻ കണ്ടിട്ടില്ല മുമ്പ്, ആരും കണ്ടിട്ടുണ്ടാവില്ല, പുറത്തൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഇത് ഇവിടെ ചെയ്താലെന്ന് ആലോചിച്ചു. ഫോട്ടോഗ്രാഫിയുടെ ഇഷ്ടവും ഇതും കൂടി കമ്പൈൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ ലിംസിന് അറിയാലോ, ഒരു 9 to 5 ജോബ് അല്ല, നമുക്കൊരു സ്റ്റഡി ഇൻകം ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇതൊരു കരിയർ, ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യുമ്പോൾ ടെൻഷൻ വന്നിരുന്നോ ലിംസിൻ? ആക്ച്വലി ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിലും ഇത് അങ്ങനെ ഒരു ജോലിയായിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഒന്ന് പാഷനിൽ തന്നെ, ലൈക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ പോവാം, അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് ചേട്ടനായിരുന്നു എന്റെ. അവൻ നല്ല നിലയിലായ കാരണം അതിനൊരു പ്രശ്നമില്ല, ക്യാമ്പ് എടുക്കാനൊക്കെ അവൻ എന്നെ സഹായിച്ചത്. അപ്പോ പക്ഷെ എന്റെ ഇഷ്ടം മനസ്സിൽ കിടക്കുന്ന കാരണം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടം എനിക്ക് ചെയ്യാൻ തോന്നി, ചെയ്തു. ചേട്ടൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ടെൻഷനൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് എടുത്തൊരു സംഭവമാണ്. അപ്പൊ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങി ചെല്ലുവാണ്, അവർക്ക് ആർക്കും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്രോച്ച് ചെയ്യാൻ പേടിയുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തില്? ആദ്യമൊക്കെ ഞാൻ അൺഎക്സ്പെക്ടഡ് ലൈക്ക് കാൻഡിഡ് ഫോട്ടോസ് ആണ് എടുത്ത് തുറന്നത്. അവര് പോകുമ്പോ ഞാൻ അവരറിയാണ്ടെടുക്കും. പക്ഷെ അവർക്ക് കണ്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും പേടിച്ചിട്ട്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു അവരെ പ്രൈവസിയിലേക്ക്, അവരിപ്പോ കപ്പിൾസ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോ ചില വീട്ടിലൊക്കെ അങ്ങനെ സീനെല്ലാം കിട്ടുള്ളൂ. കാരണം അങ്ങനെ എടുക്കല് ശരിയല്ലാന്ന് തോന്നിയപ്പോ പിന്നെ ഞാൻ ജസ്റ്റ് എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇവിടെ വന്നപ്പോ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ അവരോട് പോയി ചോദിച്ചപ്പോ അവർക്ക് അറിയില്ല. അത് യൂത്തിനോടാണ് ചോദിച്ചത്. അപ്പൊ അവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു പേജ് ഉണ്ട്, ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അപ്പൊ ഇത് ഞാൻ പുതിയൊരു കാര്യം ചെയ്യാണ്, നിങ്ങൾ ചോദിച്ച് ഫോട്ടോ എടുത്തിട്ട് റിസൾട്ട് പോസ്റ്റ് ചെയ്യലാണ്. അപ്പോ ആദ്യമൊക്കെ കുറെ പേര് സമ്മതിച്ചു, കുറെ പേര് സമ്മതിക്കാത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സമ്മതിക്കാത്തത് അപ്രോച്ച് ചെയ്യുമ്പോ ഇഷ്ടമില്ലെങ്കിൽ പറയുമ്പോ ഞാൻ മൈൻഡ് ചെയ്യില്ല, പോട്ടെന്ന് വെച്ചിട്ട് അടുത്ത ആളെടുത്തും. അങ്ങനെയായിരുന്നു. അങ്ങനെ വേറെ പ്രശ്നമൊന്നും, നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിലും നമ്മളത് കാര്യമാക്കാണ്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. അങ്ങനെയാണ്. ആരെങ്കിലും ഈ പ്രൈവസിയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഈ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുത്ത ടൈമിൽ? ഇല്ല, പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുത്തപ്പോ പിന്നെ ഞാൻ ഒന്ന് വൈറലൊക്കെ ആയപ്പോ പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞിരുന്നു, അയ്യോ ആ ഫോട്ടോ ഒന്നും കളയാൻ പറ്റുമോ, ആ റീല് കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ പെർമിഷൻ ഇല്ലാണ്ട് എടുത്തിരുന്ന സമയത്തെ വീഡിയോ. പിന്നെ പെർമിഷൻ ചോദിച്ചിട്ട് എടുത്തത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പെർമിഷൻ ചോദിച്ചെടുത്ത് വീഡിയോ ഒന്ന് 1 മില്യൺ ഒക്കെ അടിക്കാൻ പോകുമ്പോ അല്ല അവരുടെ വീട്ടുകാരൊക്കെ കണ്ടിട്ടേ ആകെ പ്രശ്നമായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 2-3 വീഡിയോ അങ്ങനെ കളയേണ്ടി വന്നിട്ടുണ്ട്. ആകെ അപ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം തോന്നാം. നമ്മള് പെർമിഷൻ ചോദിച്ചെടുക്കും, എഡിറ്റ് ചെയ്തതിന് ശേഷം അവരോട് ചോദിക്കും, ചിലപ്പോൾ വീഡിയോ അയച്ചു കൊടുക്കും എഡിറ്റ് ചെയ്തതിന് ശേഷം. എന്നിട്ട് പോസ്റ്റ് ചെയ്തതിന് ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്തോളം പറഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോ ചങ്ക് അത് കുഴപ്പമില്ല, നമ്മളത് കാര്യമാക്കാനില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഒരാളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ ഇയാൾ എനിക്ക് പറ്റിയൊരു ഫ്രെയിമാണ്, ഇത്ര ഒരുപാട് പേര് നടന്നു പോകുന്നുണ്ടല്ലോ, അതിലെങ്ങനെ ഒരാളെ മാത്രമായിട്ട് ചൂസ് ചെയ്യാം? അത് എനിക്ക് എന്റെ ഒരു കഴിവാന്ന് തോന്നുന്നുണ്ടാ. അപ്പൊ എനിക്ക് ഞാൻ അങ്ങനെയാണ്. ഞാൻ ആദ്യമൊക്കെ ബസ്സിൽ ടൗണിലേക്ക് വരും, തൃശ്ശൂർ ടൗണിൽ വരും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കും. അപ്പോ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളെ ഞാൻ മുഖത്തേക്ക് ഒന്ന് നോക്കും. അപ്പൊ എനിക്ക് തോന്നാണ് അങ്ങനെ ചോദിക്കാൻ ആള് സമ്മതിക്കും എന്ന് എനിക്ക് എന്തോ അങ്ങനെ തോന്നും. അങ്ങനെ തോന്നുമ്പോഴാണ് ഞാൻ പോയി ചോദിക്കാറ്. ചിലപ്പോൾ സമ്മതിക്കില്ല, പക്ഷെ സംസാരിച്ച് വീഴ്ത്തും ഞാൻ. അങ്ങനെ സമ്മതിക്കും എനിക്ക് ജസ്റ്റ് തോന്നും. അപ്പൊ ചെന്ന് ചോദിക്കും, അവർ സമ്മതിക്കും, ഫോട്ടോസ് എടുക്കും. അങ്ങനെയാണ്. പിന്നെ നടന്നു പോണവരൊക്കെ നമുക്ക് എന്നെ പിടിച്ചിരുത്തി, ചിലപ്പോൾ ജോലിക്ക് പോണവരൊക്കെ ആവും, നമുക്ക് പിടിച്ചിരുത്തി ഫ്രെയിം സെറ്റ് ചെയ്ത് അങ്ങനെ എടുക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല, ലൈറ്റിംഗ് ഒന്നും നോക്കി എടുക്കാൻ പറ്റില്ല. അത് വല്ല ധൃതിയിലൊക്കെ ആണെങ്കിൽ 2 മിനിറ്റിൽ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോട്ടോസ് എടുക്കുക. അത് വീഡിയോസിൽ ചെക്ക് ചെയ്ത് അറിയാം, ഞാൻ തന്നെയാണ് പറയാം. അപ്പോ അങ്ങനെ ഫ്രെയിം ഒന്നും സെറ്റ് അതൊക്കെ അങ്ങനെ എടുത്തു പറഞ്ഞേ. പക്ഷെ ഇപ്പോ അത് ഞാൻ പ്രൊഫഷണൽ അല്ലല്ലോ. അപ്പോ ഇപ്പൊ എനിക്ക് എടുത്തെടുത്ത് ഇത്തിരി ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു തോന്നുന്നു. ആരെങ്കിലും അങ്ങനെ പിടിച്ചെടുത്തപ്പോ ദേഷ്യപ്പെട്ടുണ്ടോ? എനിക്ക് നേരമൊന്നുമില്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടിട്ടില്ല, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ദേഷ്യപ്പെട്ടിട്ടില്ല, ഇന്ന് വേണ്ട തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ.
ഈ ഫോട്ടോസ് എടുക്കുന്ന ടൈമില് ലിംസിന്റെ ഒരു മൈൻഡിൽ എന്താണ്, ഒരു റീൽ ക്രിയേഷൻ ആണോ ഇമ്പോർട്ടൻസ്, അതോ ഒരു വ്യക്തിയുടെ നല്ലൊരു ആംഗിള് ചിത്രീകരിക്കുക, അത് ഡെപ്പിക്ട് ചെയ്യുക, ഏതിനാണ് ലിംസിന്റെ ഒരു പ്രയോറിറ്റി? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടല്ലേ. അപ്പോ അല്ലെങ്കിൽ വെറുതെ നമുക്ക് കുറെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ തന്നെ വേണമെന്നില്ല, വേറെ എന്തൊരു കാറിന്റെയോ ഇങ്ങനെ നല്ല സാധനങ്ങൾ കുറെ ഫോട്ടോ എടുക്കാം. പക്ഷെ ആൾക്കാരുടെ ഭംഗി നമുക്ക് മനസ്സിലാവുമ്പോ, ഇപ്പൊ ഭംഗിയില്ലാത്ത ഒരാളെന്ന് തോന്നും നമുക്ക്. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോ നല്ല ഭംഗി ഉണ്ടല്ലോ, അങ്ങനെയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കത് വേറെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അല്ലല്ലോ ഫോട്ടോ കാണണം. അപ്പോ എനിക്ക് പിന്നെ അവര് അങ്ങനെ റീലിന് മാത്രമായിട്ടല്ല, എന്തായാലും എനിക്കൊരു സന്തോഷമാണ്. ഇപ്പൊ ഒരു അമ്മാമ്മേരൊക്കെ ഫോട്ടോ എടുക്കുമ്പോ അവരൊക്കെ ചിരിക്കണ നല്ല രസമല്ലേ. അവരോട് പോയി സംസാരിച്ചിട്ട് ചിലപ്പോ സമ്മതിക്കില്ല, നമ്മൾ കാര്യം കാണിച്ചു കൊടുക്കും. ഫോട്ടോ എടുത്ത് ശേഷം അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവര് ചിലപ്പോ ഇതുപോലത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല, ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ. അപ്പോ സന്തോഷമാണ്. അതാണ്. അല്ല റീല് മാത്രമല്ല, റീല് മാത്രമാണെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലോ ഞാൻ.